എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രകാശ്. സോ നിങ്ങൾ വീട്ടിൽ യൂറോപ്യൻ ക്ലോസറ്റിൽ നിങ്ങൾ ബാത്റൂം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷനോ അല്ല പൈൽസോ അല്ല വയറിൻ്റെ ഹെർണിയ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് വരാതിരിക്കണം പറഞ്ഞാൽ ഒരു 15 മുതൽ 20 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു സ്റ്റൂൾ നിങ്ങൾ താഴത്തിട്ടിട്ട് അതിന് മേലെ കാൽ കുത്തിയിരിക്കണം. റീസൺ തന്നെ നമുക്ക് നോക്കാം. സോ പൊതുവേ നമ്മുടെ ഈ ആനോറെക്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ കുടലുടെ ലാസ്റ്റ് പോർഷനും പിന്നെ മലദ്വാരത്തിനും ഇടയിലുള്ള ആംഗിളാണ്. സോ ഈ ആംഗിൾ പൊതുവെ ഒരു 90 ഡിഗ്രി മുതൽ 96 ഡിഗ്രി വരെ ഉണ്ടാവും. അത് നമുക്ക് ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ ആ ആംഗിൾ അങ്ങനെ തന്നെ ഉണ്ടാവും. പൊതുവെ വേറെ അല്ലാതെ നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റിലേക്ക് ഇരിക്കുമ്പോൾ ആ ആംഗിൾ കുറച്ചുകൂടെ വീർക്കും. സോ വീർത്തിട്ട് അതൊരു 120 to 135 ഡിഗ്രീസിലേക്ക് വരും. പക്ഷേ അത് ഇങ്ങനെ യൂറോപ്യൻ ക്ലോസറ്റിൽ അത് കിട്ടാതെ കൊണ്ട് മോഷൻ പോകുമ്പോൾ വളരെ സ്ട്രെയിൻ ചെയ്തിട്ട് പോകാനുള്ളൊരു സംഭവം ഉണ്ടാവും. സോ അങ്ങനെ ആകുമ്പോഴാണ് പേഷ്യൻ്റ് ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതൽ. അത് വരാതിരിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആംഗിൾ എന്തായാലും 120 നിന്ന് 130 ഡിഗ്രി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഈ മോഷൻ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയി പോകും. നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷനോ അല്ല പൈൽസോ അല്ല ഹെർണിയ വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമസ്കാരം.